ഒന്ന് മഴ തോന്നി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഒന്ന് പുറത്തു പോകാൻ ഇറങ്ങിയത്. പുറത്തു പോകാമെന്ന് വെച്ചാൽ ഇതാ തൊട്ടടുത്തൊരു കടയിൽ വരെ കേട്ടോ, നമുക്ക് സ്റ്റിച്ചിങ് കടയിലോട്ടൊന്ന് പോകണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ തകർത്ത് പിടിച്ച് മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് തോരുന്നേ ഇല്ല. അതിൻ്റെ കൂടെ ഭയങ്കര കാറ്റും പേമാരി പോലെയൊക്കെ തന്നെ കേട്ടോ. അമ്മയാണെങ്കിൽ ഇങ്ങനെ തണുക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിപ്പുണ്ട്. ഞാനാണെങ്കിൽ അമ്മയെ കളിയാക്കുമായിരുന്നു, എനിക്ക് തണുപ്പും ഇല്ല ഒന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞിട്ട്. പിന്നെ ഈ മഴ കണ്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ ഉള്ളിലുള്ളൊരു സങ്കടമുണ്ടേ. തൊട്ടപ്പുറത്തെ പുരയിടത്ത് 2 പോത്തും കുട്ടികളെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ട് ദിവസങ്ങളായി കേട്ടോ. അത് മഴ തോരാതെ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞൊരു ദിവസം മാത്രമാണെന്ന് മഴ തോന്നുന്നത്. പക്ഷേ ആണെങ്കിൽ അതിനെ അഴിച്ചുകൊണ്ട് പോയിട്ടേ ഇല്ല കേട്ടോ. രാത്രിയും പകലും അത് അവിടെ തന്നെ കിടക്കുകയാണ്. ശരിക്കും സങ്കടം തോന്നി. എന്തെന്ന് വെച്ചാൽ അതിനെ അഴിച്ചുകൊണ്ടൊന്നും പോകുന്നില്ലല്ലോ, ഒരു ജീവനല്ലേ, അതിനൊരു പരിഗണന കൊടുക്കാത്തതിൻ്റെ പേരിൽ ഒരു സങ്കടം തോന്നി. അങ്ങനെ ഇതാവുന്നു മഴയൊന്ന് ചെറുതായിട്ട് തോന്നപ്പോഴത്തേക്ക് ഞാനും അമ്മയും കൂടെ പിന്നെ കടയിൽ പോകാൻ ഇറങ്ങി. നമുക്കൊന്ന് അളവെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അടുത്തൊരു സ്റ്റിച്ചിങ് സെൻറ്റർ ഉണ്ട് കേട്ടോ. അങ്ങോട്ട് പോയ സ്പീഡിൽ തന്നെ തിരിച്ചു വന്നു. അവർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. വേറെ ഒന്നുമല്ല, അവർക്ക് നല്ല തിരക്കൊക്കെ കാരണം പിന്നെ ഇപ്പോൾ അളവെടുക്കാനും കാര്യങ്ങളൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പറഞ്ഞതിൽ എനിക്ക് വലിയ സങ്കടം തോന്നിയില്ല. പക്ഷേ വേറൊരു രീതിയിൽ എനിക്ക് സങ്കടം തോന്നി. ഞങ്ങൾ ചെന്നപ്പോൾ കറണ്ടൊന്നും ഇല്ല. ഒരു 5 മണിക്ക് പോയ കറണ്ട് കേട്ടോ, അന്നേരം ഒന്നും വന്നിട്ടില്ല. അവരെല്ലാവരും വെറുതെ അവിടെ ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മുഖത്തോട്ട് നോക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. ചോദിച്ചപ്പോൾ അവർ പറ്റത്തില്ല, ഞങ്ങൾ ഭയങ്കര തിരക്കിലാണെന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, നിങ്ങൾ വെറുതെ ഇരിക്കുകയല്ലേ, ആ ഒരു സമയത്ത് എനിക്കൊന്ന് അളവെടുത്ത് തന്നാൽ മതി, സ്റ്റിച്ച് ഇപ്പോഴൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞ അത് ഇപ്പോൾ കറണ്ട് പോയോണ്ട് അങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ തയ്ക്കുമായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തായാലും വന്നില്ലല്ലോ, വരുന്ന സമയത്ത് ഒരു 10 മിനിറ്റ് പോലും വേണ്ടല്ലോ ഒന്ന് അളവെടുത്ത് തരാൻ വേണ്ടി. പിന്നെ അവരൊന്നും മൈൻഡ് ചെയ്യുന്നേ ഇല്ല, പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുമില്ല. ഞങ്ങളിങ്ങനെയും നോക്കി നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും അമ്മയും കൂടി ഇങ്ങ് പോയിരുന്നു. ഇനി ഫ്രീ ആയിട്ട് ചെയ്ത് തരണമെന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഞാൻ ക്യാഷും കൊണ്ടാണ് പോയത്. എന്നിട്ട് ഞാൻ അതിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ ചെയ്ത് തരണ്ട എന്നുള്ള രീതിയിൽ. അവർ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. പിന്നെ നമ്മൾ നിന്നിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഇനി വരുന്ന ഫംഗ്ഷൻ്റെയൊക്കെ നമുക്ക് തയ്ക്കാനുള്ളതൊക്കെ അവിടെ കൊടുക്കാമെന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. കുഞ്ഞിൻ്റെ 28 വരെയല്ലേ, അപ്പം ഭാവിക്കുള്ള ഡ്രസ്സും പിന്നെ എനിക്കും കുഞ്ഞിനും വേണ്ടുന്ന ഡ്രസ്സുകളൊക്കെ അവിടെ തയ്പ്പിച്ച് എടുക്കാമെന്നും പറഞ്ഞിട്ടായിരുന്നു. അടുത്താണല്ലോ എന്ന് പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. ഇനി എന്തായാലും കൊടുക്കത്തില്ല കേട്ടോ. എത്ര ദൂരം കൊണ്ട് കൊടുത്താലും ശരിയാണ്, ഇനി അവിടെ കൊടുക്കത്തേ ഇല്ല. ഒന്നും എന്തെങ്കിലും പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ അവിടെ കൊടുക്കാമെന്നൊക്കെ കരുതിയായിരുന്നു. ഇനി എന്തായാലും കൊടുക്കാനൊന്നും പോകുന്നില്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോയിരുന്നു. നല്ല മഴ തുടങ്ങിയായിരുന്നു. പിന്നെ ഇറങ്ങിയപ്പോഴത്തേക്ക് മഴ നനഞ്ഞ് വന്ന് ഞാൻ പിന്നെ പോയി കുളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞൻ വന്നു. കുഞ്ഞിനും പിന്നെ ചായയൊക്കെ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് രാത്രിയിലേക്ക് ഉള്ളിക്കറിയും ചപ്പാത്തി ആക്കാമെന്ന് കരുതി. അമ്മ ചപ്പാത്തി പരത്തുന്നുണ്ട്, ഞാൻ പിന്നെ ചപ്പാത്തി ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട്. പോയ കറണ്ട് കേട്ടോ. പിന്നെ വന്നിട്ടേ ഇല്ലായിരുന്നു. ഇടയ്ക്ക് മാത്രം ഒന്ന് മുഖം കാണിച്ചിട്ട് പോകുന്ന പോലെ പിന്നെയും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഒന്ന് വന്നു കേട്ടോ. ഫുഡ് കഴിച്ച് കഴിയുന്നതിന് മുന്നേ അത് പിന്നെയും പോയി. പിന്നെ ഒരു 12:30 ആയപ്പോഴാണ് വന്നത്. അത് കഴിഞ്ഞ് അതുവരെ കറണ്ടും ഇല്ല, ഒന്നും ഇല്ലായിരുന്നു. കറണ്ട് ഇല്ലാതെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇരിക്കാൻ പോലും പറ്റത്തില്ല, ചൂട് കാരണം. പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്, പക്ഷേ ഉള്ളിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ ഇതേപോലെയൊക്കെ പവർ കട്ട് ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇവിടെ ഫുൾ ടൈം പവർ കട്ട് തന്നെയാണ്.